അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമാ റബ്ബി സിദ്നാ ഇൽമാ അല്ലാഹുമ്മ ഫഖിഹ്നാ ഫിദ്ദീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്നെ ശ്രവിക്കുന്ന ശ്രോതാക്കളെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഖുർആനിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഇറക്കി തന്ന പരിശുദ്ധമായ മനുഷ്യരാശിക്ക് വേണ്ടിയിട്ടുള്ള, മനുഷ്യരാശിയുടെ പ്രകാശത്തിന് വേണ്ടിയിട്ടുള്ള, മനുഷ്യരാശിയുടെ മാർഗദർശനത്തിന് വേണ്ടിയുള്ള, മനുഷ്യരാശിയുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള, മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള അള്ളാഹുവിൻ്റെ വാക്കുകൾ, വചനങ്ങൾ. ആ വാക്കുകളിൽ നിന്നും വചനങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് വളരെ ഓർമ്മപ്പെടുത്തിയ ഒരു വചനത്തെ നിങ്ങളുമായി ഒരിത്തിരി നേരം ഒരു ചർച്ച ചെയ്യുവാൻ വേണ്ടി മാത്രം. ആ ചർച്ചയ്ക്കിടാനുള്ള ആയത്ത് ഇങ്ങനെയാണ്. സൂറത്തുൽ ഖമറിലെ 4 പ്രാവശ്യം അള്ളാഹു ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യം. വലഖദ് യസ്സർനൽ ഖുർആന ഫഹൽ മിൻ മുദ്ദക്കിർ. ഞാൻ എൻ്റെ വാക്കുകളെ, അള്ളാഹുവിൻ്റെ വാക്കുകളെ, ഖുർആൻ, അള്ളാഹുവിൻ്റെ വർത്തമാനത്തെ വളരെ എളുപ്പമാക്കിയിട്ടുണ്ടെന്ന്, അതിനെ ഇരുന്ന് ഒന്ന് ആലോചിക്കാൻ ആരുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. കാരണം ഖുർആൻ എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാം ആത്മാവിൻ്റെ പ്രകാശമാണ്. നമ്മളെന്ന ആത്മാവിനെ ഈ ഭൂലോകത്തേക്ക് അള്ളാഹു അയച്ചു. ആദം എന്ന് പറയുന്ന ആദ്യ ആത്മാവിൽ നിന്നും തുടരെയായി ആത്മാക്കളെ ഭൂമിയിലേക്ക് അയക്കുകയും ആ ഭൂമിയിലേക്ക് അയക്കുന്ന ആത്മാക്കളെ ശരീരമാകുന്ന വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് കുറച്ചു കാലത്തെ ജീവിതത്തിന് വേണ്ടി ഇങ്ങോട്ട് അയച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ആ ആത്മാവിനെ അയക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തിയിരുന്നു, നീ ഭൂമിയിൽ പോകുക, തിന്നുക, കുടിക്കുക, എല്ലാം അനുഭവിക്കുക, പക്ഷേ എന്നെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുക. ഖുർആൻ എന്ന് പറയുന്നത് എന്തിനുള്ളതാണ്? ഫമൻ ഷാ ദക്കറ ഫി സുഹുഫി മുക്കറമ മർഫൂഅത്തി മുത്തഹറ. അത് ഓർമ്മിക്കാനുള്ളതാണ്. വമാ യദ്കുറൂന ഇല്ല അൻ യശാ അല്ലാഹ്. നിനക്കത് ഓർമ്മിക്കാൻ കഴിയില്ല അള്ളാഹു അത് ഉദ്ദേശിച്ചാലല്ലാതെ. അപ്പൊ നമുക്ക് മുൻപ് കഴിഞ്ഞു പോയ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആത്മാക്കളിൽ ഖുർആൻ പ്രയോജനപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു, പഠിച്ചുകൊണ്ടേയിരിക്കുന്നു, അത് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഖുർആൻ എന്ന് പറയുന്ന റബ്ബിന്റെ വർത്തമാനം നമുക്ക് ചിന്തിക്കാനുള്ളതാണ്. എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുക? ഖുർആൻ എന്താണ്? വലഖദ് യസ്സർനൽ ഖുർആന ഫഹൽ മിൻ മുദ്ദക്കിർ എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഖുർആൻ ഒരു മഹാ അത്ഭുതമാണ്. ഇപ്പോൾ ഖുർആനിൽ നമ്മളോട് അള്ളാഹു ചോദിക്കുന്നത്, നീ കത്തിക്കുന്ന തീയെ കുറിച്ച് കണ്ടില്ലേ? നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ കത്തിക്കുന്ന, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ തീയെ കുറിച്ച് നമുക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് അതിനെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? നീ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലേ? നിനക്ക് ആകാശത്ത് ഇറക്കപ്പെടുന്ന മഴയെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടില്ലേ? നീ ഭൂമിയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലേ? നീ ആകാശത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലേ? നീ രാത്രിയെക്കുറിച്ച് നോക്കി കാണുന്നില്ലേ? നീ പകലിനെ ശ്രദ്ധിക്കുന്നില്ലേ? ഇങ്ങനെ തുടങ്ങി ഖുർആൻ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും തൊട്ടുരുമിക്കൊണ്ട് നമ്മളിവിടെ അള്ളാഹുവിൻ്റെ വർത്തമാനങ്ങൾ ആത്മാവിൽ അള്ളാഹുവിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് ആ വർത്തമാനത്തെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി കേട്ടതിന് ശേഷം നമ്മൾ ഈ നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അള്ളാഹു ചോദിച്ച ഓരോ കാര്യത്തെയും നമുക്ക് പ്രാക്ടിക്കലായിട്ട് അനുഭവിക്കാൻ സാധിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബാക്കൾ, അവർക്ക് ഈ ഖുർആനിന്റെ പ്രകാശം ലഭിക്കുന്നതിന് മുമ്പ് വരെയും അവർ വഴിയറിയാതെ നടന്നിരുന്നു. അവർക്ക് ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാതെ ജീവിച്ചിരുന്ന അവരിലേക്കാണ് അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അവരുടെ റബ്ബിലേക്ക് ഇഴകിച്ചേർന്ന് റബ്ബിലേക്ക് ഇഴകിച്ചേർന്ന് ആത്മാവായി ആനന്ദം കണ്ടെത്തിക്കൊണ്ട് ജീവിക്കാനാണ് ഖുർആൻ അവർക്ക് കിട്ടിയത്. അവർ ആ ഖുർആനിനെ എങ്ങനെയാണ് പഠിച്ചതെന്ന് പറഞ്ഞാൽ അവരുടെ പഠന രീതി നാം വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ പഠന രീതി എന്ന് പറയുന്നത് അവരുടെ ശരീരത്തെക്കുറിച്ച് പഠിക്കാൻ അള്ളാഹു ആവശ്യപ്പെട്ടു. മിൻ നുത്തുഫത്തിൻ ഹലക്ക എന്ന് പല സ്ഥലത്ത് അള്ളാഹു പറഞ്ഞു. നുത്തുഫത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞു. ഒരു മനുഷ്യൻ ശ്രവിക്കുന്ന ബീജകണം, ആ ബീജകണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞു. ഒരു ആ സ്ത്രീ പ്രസവിച്ച് മുലയൂട്ടുന്ന ആ മുലയൂട്ടൽ കാലത്തിനെ പറ്റി ചിന്തിക്കാൻ പറഞ്ഞു. തുടങ്ങി നമ്മളിപ്പോൾ പറയാൻ പോയാൽ ഈ ചെറിയ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു വലിയ
വലിയൊരു സമുദ്രത്തിനപ്പുറം കവിഞ്ഞു കിടക്കുന്ന അള്ളാഹുവിൻ്റെ ആ വാക്കുകൾ. അപ്പോൾ ഖുർആൻ യഥാർത്ഥത്തിൽ അള്ളാഹു എങ്ങനെയാണ് ഇതിനെ എളുപ്പമാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിനെ ഒരു ഖുർആൻ നമ്മൾ തുറന്നു വെച്ചു, ഒരു ആയത്തെടുത്തു, നമ്മൾ അതിലേക്ക് ദുആ ചെയ്തു, നന്നായി അള്ളാഹുവിലേക്ക് ചേർന്നിരുന്നു. അതിനുശേഷം നമ്മൾ ആ ആയത്തിനെ അള്ളാഹ് നമുക്ക് തന്നിരിക്കുന്ന മലയാള ഭാഷയിലോ ഇംഗ്ലീഷിലോ തമിഴിലോ ഏത് ഭാഷയിലാണോ അതിൻ്റെ പരിഭാഷ നമ്മുടെ മുന്നിൽ തുറന്നിരിക്കുന്നുണ്ട്. അത് നമ്മൾ ആവർത്തിച്ച് വായിച്ച് നമ്മളതിലെ മനസ്സിലാക്കിയത് നമ്മൾ ആവർത്തിച്ച് വായിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നാം ആ വായിച്ച ആ രാത്രിയെക്കുറിച്ചും പകലിനെക്കുറിച്ചും ഇണകളെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും ഇനി അതിനെക്കുറിച്ച് മാത്രമല്ല, നാം ഇന്ന് ജീവിക്കുന്ന ജീവിതവും നമുക്ക് മുൻപ് കഴിഞ്ഞു പോയ ആരൊക്കെയാണ് ഇവിടെ കഴിഞ്ഞു പോയതെന്നും എന്താണ് അവരുടെ അവസ്ഥകളെന്നും ഇനി വരാനിരിക്കുന്നത് എന്തൊക്കെയാണെന്നും പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് പാസ്റ്റിൽ നിന്നും ഗുണപാഠങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി പഠിക്കുവാനും പ്രസൻറ്റിൽ പ്രാക്ടിക്കലായി ജീവിക്കുവാനും ഫ്യൂച്ചറിലേക്ക് വരാനിരിക്കുന്നതിനെ ഏറ്റവും നന്നായി വിജയത്തിലെത്തിക്കുവാനും വേണ്ടിയിട്ട് അള്ളാഹു നമുക്ക് തന്ന ഒരു വചനമാണ് വലഖദ് യസ്സർനൽ ഖുർആന ഫഹൽ മിൻ മുദക്കിർ. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവനാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബന തഖബ്ബൽ മിന്ന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.